പത്തനാപുരമാണ്, തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടകയോ ഇതര സംസ്ഥാനങ്ങളൊന്നും അല്ല. പത്തനാപുരത്ത് കുന്നിക്കോടിന് സമീപം വിളക്കുടി എന്ന് പറയുന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് രാജേട്ടൻ്റെ നാരങ്ങാത്തോട്ടം. ചേട്ടാ, ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തോ ഒരു വാശിപ്പുറത്തായിരുന്നു അല്ലേ? വാശിപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണ സമയത്തുള്ളൊരു ചെറിയ മൽപ്പിടുത്തം എന്ന് പറയാം തമിഴരുടെ കൂടെ. എന്ന് പറഞ്ഞാൽ തമിഴിലെ ഒരു സ്ത്രീയുടെ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നതാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന നാരങ്ങ. അവിടെ ചെന്നപ്പം 250 രൂപ ഒരു കിലോയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ തരത്തില്ല, അതും കേട് സഹിതം. അതുപോലെ അവിടെ വെച്ചിട്ട് അവരോട് വഴക്ക് കൂടാതെ മനസ്സിൽ ഒറ്റ വാശിയെടുത്ത് ഇതിനി വാങ്ങുന്ന പ്രശ്നം തമിഴന്മാരുടെ നിന്നില്ല. നമ്മുടെ സഹോദരങ്ങളാണ് തമിഴന്മാർ, എങ്കിലും നമ്മുടെ ഒരൊറ്റ വാശിയാണ്. നന്നായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ടിടെ നല്ല നാരകം കിട്ടുന്ന സ്ഥലം ഇവിടെ ഉണ്ട്, എങ്ങനെ കിട്ടും, എവിടുന്ന് കൊണ്ടുവരാം. അന്നേരം ഒരു കക്ഷി തൃശ്ശൂർക്കാരൻ പറഞ്ഞു, അത് ഞാൻ സംഘടിപ്പിച്ചു തരാം, നീ പേടിക്കണ്ട. കരുനാരകമാണോ ഇത്? യഥാർത്ഥത്തിൽ ചെറുനാരകം തന്നെ. ഇതിൻ്റെ വെള്ളത്തിന് നല്ല സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത് ഞാൻ ഇതുവരെ വെളിയിൽ കൊടുത്തിട്ടില്ല. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുത്തിട്ടുണ്ട്. അവർ കൊണ്ടുപോയി പിഴിഞ്ഞിട്ട് പറഞ്ഞാൽ നല്ല സൂപ്പർ നാരങ്ങ, ഇതുപോലുള്ള നാരങ്ങയുടെ വെള്ളം ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഇതിൻ്റെ ഞങ്ങൾ പറിച്ചതാണ്. ഇത് അടുത്ത പറിക്കാൻ പരുവായി. ഇതുപോലെ ആവേണ്ടതാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇത് പറിക്കുമ്പോഴത്തേക്കിന് അടുത്ത ഇതേണ്ട സാർ, ഇത് കണ്ടോ, ഈ പൂ നമ്മൾ അടുത്ത കായിലേക്ക് വരും. ചേട്ടാ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ നാരങ്ങ, അതായത് നാരങ്ങ വെള്ളം കുടിക്കാനുള്ള ചെറുനാരകം കാണുന്നത്. ഈ നാരകം എന്ന് പറഞ്ഞാൽ ചെറുനാരകമാണോ? ചിലർ പറയുന്നത് ചെറുനാരകം അല്ല എന്ന്. പക്ഷേ ചെറുനാരകമല്ല ഇത്. നമ്മൾ സോഡയും പഞ്ചസാരയോ അല്ലെങ്കിൽ ഉപ്പൂടെ ഒഴിച്ച് നമ്മൾ കടകളിൽ നിന്ന് കുടിക്കുന്ന വെള്ളവും ഇതുമായിട്ട് സാറൊന്ന് കുടിച്ച് നോക്കണം. അന്ന് സാറ് പറയും ഇത് എന്ത് ടേസ്റ്റാണ്, ഇത് ഏത് നാരകമാണെന്ന്, ഏത് നാരങ്ങയാണെന്ന്. കായൽ വെയിറ്റ് കയറുമ്പോൾ നാരകത്തിൻ്റെ കമ്പ് നമ്മളെ കാണിക്കത്തില്ല. കള്ളന്മാരുടെ സ്വഭാവം ഈ നാരകം. വലിപ്പം തന്നെ കണ്ടില്ലേ, ഒരു 3-4 നാരങ്ങ വന്നു കഴിഞ്ഞാൽ ഒരു അര കിലോയ്ക്ക് അടുത്ത് വലിപ്പം വരുന്ന നാരങ്ങ. ഇത് നമ്മളിന്ന് ഓണത്തിൻ്റെ പറിച്ച് ഞാൻ നമ്മുടെ കൃഷിഭവൻ, വിളക്കുടി കൃഷിഭവനിൽ നമ്മുടെ നാരങ്ങയേ ഉള്ളൂ. അത് പറിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരുമാതിരിപ്പെട്ട വിളവെടുക്കാളെല്ലാം നമ്മളിപ്പം വിളവെടുത്ത് കഴിഞ്ഞു. ഈ സൗത്ത് ഇന്ത്യയിൽ ലെമൺ മാർക്കറ്റ് എന്ന് പറയുന്നത് പുളിയാങ്കുടിയാണ്, തമിഴ്നാട്ടിലെ. പുളിയാങ്കുടി പോയി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആ പുളിയാങ്കുടി ടൗണിൻ്റെ 40 ഏക്കർ ചുറ്റളവിലാണ് നാരകത്തോട്ടം ഉള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിലെങ്ങും ഇങ്ങനെ സമാനമായ രീതിയിലുള്ളൊരു നാരകത്തോട്ടം കണ്ടിട്ടില്ല. എന്തായാലും ഒരു വാശിയിൽ നിന്ന് തുടങ്ങിയതാണ്. ഈ പ്രദേശത്ത് ഒരു വിഷവും അടിക്കാത്ത നല്ല രീതിയിലുള്ള നാരകം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. പ്രവാസിയായിരുന്നു ചേട്ടന്, ചേച്ചിയുണ്ട്. പ്രവാസി ജീവിതമൊക്കെ അവസാനിപ്പിച്ച് അവർ ഈ നാരക കൃഷി, നാരങ്ങ മാത്രമല്ല മറ്റുള്ള പലതരത്തിലുള്ള കൃഷികളുണ്ട്, അവയെല്ലാം കൂടി ചേർത്ത് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും സാറേ, ഈ ഷട്ടിലുകളിയും ഓട്ടവും ചാട്ടവും ഒന്നുമില്ല. രാവിലെ ഇനി ചാടും, ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കും. നല്ലൊരു മോർണിംഗ് വാക്ക്, പറക്കാൻ ഇഷ്ടം പോലെയാണ്. നമ്മൾ വന്നിട്ട് സന്തോഷത്തോടെ നമ്മൾ പോകുന്നത്. ചേച്ചി, അപ്പം ഗംഭീരമായിട്ട് പോട്ടെ ചേട്ടാ. ഓക്കെ. നാരങ്ങ ഇങ്ങനെ കാണുന്ന തന്നെ ഒരു ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ്. പിന്നെ അവരും അത് വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കൃഷിയാണ്. കാരണം നല്ല കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു ആ വാശിയുണ്ടായത് ഒരു നല്ല കാര്യത്തിനുള്ള ഒരു നിമിത്തം. ദിവിഷ്, ഇത് 5 വർഷങ്ങൾക്ക് മുമ്പുള്ള രാജേൻ്റെ ഒരു പ്രതികാരമാണ്. അതായത് കോവിഡ് കാലത്ത് നമ്മൾ നാരങ്ങയും കരിഞ്ചീരവും ഒക്കെയുള്ള ആ ഒരു ഔഷധപാനീയം കുടിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുമെന്നും രോഗം വരില്ല എന്നും ഒക്കെയുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും രാജേട്ടനും ഭാര്യയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന പതിവുണ്ടായിരുന്നു. അതിനുവേണ്ടി പുനലൂർ തൂക്കുപാലത്തിന് സമീപത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെത്തി അവിടെ നാരങ്ങ വിൽക്കുന്ന ഒരു നടപ്പാതയിൽ നാരങ്ങ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് 1 കിലോ നാരങ്ങ വാങ്ങിക്കാൻ വേണ്ടിയാണ് അവിടെയൊക്കെ എത്തിയത്. ആ സമയത്ത് 270 രൂപയാണ് 1 കിലോ നാരങ്ങയ്ക്ക് ഈടാക്കിയത്. 270 രൂപ കൊടുത്ത് നാരങ്ങ വാങ്ങി. പക്ഷേ അതിൽ 3-4 നാരങ്ങ വളരെ മോശമായ രീതിയിലായിരുന്നു. ആ നാരങ്ങ തിരിച്ച് മാറ്റിയ ശേഷം പുതിയ നാരങ്ങ, നല്ല നാരങ്ങ തരണമെന്ന് തമിഴ്നാട്ടുകാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് തരാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട്, ഒരു കർശന നിലപാട് ഈ തമിഴ്നാട്ടിലെ നിന്നുള്ള വിൽപ്പനക്കാർ നിലപാടെടുക്കുന്നു. ആ സമയത്താണ് ഇനി തമിഴ്നാട്ടുകാരുടെ നാരങ്ങ താൻ വാങ്ങില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതായത് ഒരു പ്രാദേശികവാദമൊന്നുമല്ല, ഇപ്പോൾ പെട്ടെന്നൊരു വാശി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഈ മനുഷ്യൻ ചില ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്, കാർഷിക ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ആ കാർഷിക ഗ്രൂപ്പുകളിലൊക്കെ കയറി നല്ല നാരകത്തിൻ്റെ തൈ എവിടെ കിട്ടും എന്ന് ചോദിക്കുന്നു. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് നല്ല നാരകത്തൈ ലഭിക്കും എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു തൈക്ക് 350 രൂപ മുടക്കി ഏതാണ്ട് 100ഓളം നാരകത്തൈകൾ ഇവിടെയൊക്കെ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന് നേരത്തെ റബ്ബർ കൃഷി നടന്ന ഒരു പറമ്പുണ്ടായിരുന്നു. ആ പറമ്പ് വൃത്തിയാക്കി അവിടെ നാരകത്തൈകൾ നടന്നു. ആ തുടക്കത്തിലൊക്കെ തന്നെ ജൈവവളം മാത്രം ഉപയോഗിച്ച് നാരകത്തൈകൾ നട്ടു വളർത്തുകയാണ്. ആദ്യം ഈ നാട്ടുകാർ വിചാരിച്ച് ഇയാൾക്ക് എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുണ്ടോ. കാര്യം നാരങ്ങ, ചെറുനാരങ്ങ, വലിയ കരുനാരങ്ങയൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ തന്നെ വളരുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചെറുനാരങ്ങ വളർന്ന് ഇത്രത്തോളം ഒരു തമിഴ്നാട്ടിലെ നാരങ്ങാപ്പാടങ്ങൾക്ക് സമാനമായ രീതിയിൽ പടർന്നു പന്തലിക്കുന്ന ഒരു
രീതി ഉണ്ടാകാറില്ല. ശരി, എന്തായാലും ഈ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വളരെ നെഗറ്റീവായ കാര്യമായിട്ട് തോന്നും, പക്ഷെ വലിയൊരു പോസിറ്റീവിലേക്കുള്ള തുടക്കമായിരിക്കും ചിലപ്പോൾ ആ നെഗറ്റീവ് കാര്യങ്ങൾ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ നാരങ്ങ കൃഷി ഇനിയും കൂടുതൽ പിറക്കട്ടെ. കണ്ണനാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവെച്ചത്. ശരി.